കുന്നും മേലൊരു ചുവരുണ്ടെങ്കിൽ കുഞ്ഞിനു തീറ്റ കൊടുക്കും ഞാൻ. റൊണാൾഡേ അലുവയൊക്കെ തിന്ന് തീർത്താ? ഏതലുവ? എന്തലുവ? എവിടെ തലുവ? കൊച്ചു കള്ള, ഞാൻ എല്ലാം കണ്ട്. കണ്ടത് മനസ്സിൽ വെച്ചാ മതി, ഇപ്പൊ തൽക്കാലം ആരോടും പറയണ്ട. പക്ഷേ ഞാൻ ആരോടും പറയാതിരിക്കുക. പക്ഷെ നീ ഷാർജ വാങ്ങിച്ചു. ഈ ശരീരത്തില് ഈയിടെ അത് പോടേറക്കാൻ വേണമെങ്കിൽ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന്. എത്ര ഷാർജ വേണം? ഇപ്പൊ എനിക്കൊന്നും മതി, പിന്നെ ഞാൻ ബാക്കി പറഞ്ഞോളാം. പിന്നെന്തോന്ന് ബാക്കി പറയാ? ഒറ്റ ഷാർജ മതി, അത് മതി. എത്ര ഷാർജ, എത്ര ഫ്ലേവർ, എന്തൊക്കെ വേണം പറ. സ്ട്രോബെറി ഞാൻ എന്തായാലും പുറത്തോട്ട് പോകുമ്പോൾ മേടിച്ചു തരാം. ഇപ്പൊ എനിക്കൊന്ന് ഇച്ചിരി ഫ്ലേവർ ഇറക്കാനുണ്ട്. ഓക്കെ, ആരോടും പറയരുത്. 50 രൂപയുടെ അലുവ മേടിച്ച് 500 രൂപയുടെ ഷാർജ. ഹായ് ഹായ്. ഓ, ഇതിങ്ങനെ കളറടിച്ച് രാജാരവി വർമ്മ ആവോ? സൂപ്പർ സൂപ്പർ. പുറത്ത് പോകാതെ അടിക്കണം കേട്ടാ. ഡാഡി, എനിക്ക് ഒരു സെറ്റ് കളർ പെൻസിലുവേ ഒരു കളർ ബുക്കും വേണം. ഇപ്പൊ കളർ ബുക്കല്ലേ ഇരിക്കുന്നത്, കളർ പെൻസിലല്ലേ ഈ ഇരിക്കുന്നത്. ഇത് അടിച്ച് തീരട്ടെ. എനിക്ക് ഇതും കൂടെ വരയ്ക്കുള്ളൂ, അതോടെ തീരും. എന്നാലും ഡാഡിയുടെ കയ്യിലേ പൈസ ഇല്ല. നേരത്തെ അപ്പൂപ്പ അമ്മയ്ക്ക് കൊടുത്ത പൈസ ഇത്ര പെട്ടെന്ന് തീർന്ന? ഏത് പൈസ? ഏത് പൈസ? ഞാൻ എല്ലാം കണ്ട്. എന്നിട്ടൊന്നും അറിയാതെ പോലെയല്ലേ. എന്ത് കണ്ടു മക്കള്? എന്ത് കണ്ടു? 1000 രൂപ അടിച്ചു മാറ്റിയത്. അതെ ഡാഡിയെ മക്കൾക്ക് 2 ബുക്കും മേടിച്ചു തരും, 2 ബോക്സ് കളർ മാറ്റി തരും. ആരും പറയരുത്. അല്ല, ഐസ്ക്രീമും കൂടെ. എടോ, ഒര കത്തമ്മ വാഴ വെട്ടണം കേട്ടാ. നീ എന്റെ മോൻ തന്നടാ. ഐസ്ക്രീമും കൂടെ ഉള്ളൂ, ഇനി വേറെ ഒന്നും പറയരുത്. ആ പാട് 1000 കുടുംബേ ഉള്ളൂ കേട്ടോ. അല്ല, ഐസ്ക്രീം കഴിഞ്ഞിട്ടേ. ഐസ്ക്രീം കഴിഞ്ഞിട്ട് ഒന്നുമില്ല. കളർ ബുക്ക്, പെൻസിൽ, ഐസ്ക്രീം, അത്രേ ഉള്ളൂ. നമ്മൾ ഫിക്സ് കേട്ടോ. പറയല്ലേ, വെറുതെ നോക്കിച്ചാ പോയി വാങ്ങിച്ചോണ്ട് വാ. ഇപ്പഴാ? പിന്നെ ഇപ്പൊ തന്നെ വേണോ? പറയല്ലേ കേട്ടോ. പോയി വാങ്ങിച്ചോണ്ട് വാ. മാറ്റോട്ട് വരാടാ പൊന്നു മോനെ.